ജനകീയ പിന്തുണ ഷാഫി പറമ്പിൽ എന്ന നേതാവിൻ്റെ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന അഭൂതപൂർവമായ ജനപിന്തുണയുണ്ട്. ആ ജനപിന്തുണയിൽ ഭയചകിതരാണ് CPM-ൻ്റെ അണികൾ പോലും ഷാഫിയുടെ ആരാധകരാണ്. അതൊരു വ്യക്തിക്ക് കിട്ടുന്ന അനുഗ്രഹമാണ്. അതിൽ അസൂയപ്പെട്ടൊരു കാര്യമുണ്ടോ? അതിൽ വർദ്ധിച്ചു വരുന്ന ഷാഫിയുടെ ജനപിന്തുണയും ജനകീയതയിലും അസ്വസ്ഥത കൊണ്ടുകൊണ്ടാണ് DYFയും SFയും ഇത്തരം സമയത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഷാഫി പറമ്പലിനെതിരായ പ്രതിഷേധം തടയിലേക്ക് അല്ലെങ്കിൽ വഴിയിൽ തടയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ് കോഴിക്കോട് DC പ്രസിഡന്റ് K പ്രവീൺകുമാർ. നേരത്തെ അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിഷേധം നടത്തുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് പ്രതിഷേധം വഴിതടയിലായി മാറിയിരിക്കുകയാണ്. ഇന്ന് വടകരയിൽ CPM-ൻ്റെ അറിവോടുകൂടി DYFയും SFയും നടത്തിയത് ആഭാസ സമരമാണ്. ജനാധിപത്യ കേരളത്തിൽ കെട്ടുകളില്ലാത്തതാണ് ആരോപണ വിധേയനായ സുഹൃത്ത് എന്ന് പറയപ്പെടുന്ന ആൾക്കാർ സമരം. ഇത് ആഭാസകരവും കേട്ടുകളില്ലാത്തതുമാണ്. CPM ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ചിരുന്നു അത്തരമൊരു സമരം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നും. ആ പ്രസ്താവനയ്ക്ക് വിരുദ്ധമാണ് ഇന്ന് വടകര ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരും. UDF തലത്തിൽ തന്നെ ഇതിനെതിരെയുള്ള പ്രതിഷേധവും പ്രതിരോധവും ആലോചിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്നത്തെ ഏറെ ഗൗരവകര കാര്യം പോലീസ് നോക്കി നിൽക്കെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ തെരുവിൽ തടയുമെന്ന് ഏതെങ്കിലും ഒരു പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ രാവിലെ തന്നെ കരുതൽ തടങ്കലിൽ വെക്കുന്ന പോലീസാണ് കോഴിക്കോട്ടെ പോലീസ്. ആ പോലീസാണ് നേരത്തെ തന്നെ ഷാഫി പറമ്പിൽ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഇയാൾ തിരിച്ചു വരുമ്പോൾ തടയുമെന്ന് മർമറിംഗ് ക്യാമ്പയിൻ നടത്തിയിട്ടും അത് കേട്ടിട്ടും അത് നടത്താൻ വേണ്ടി മൗനാനുവാദം കൊടുത്തു പോലീസ്. ഇന്നത്തെ തടയൽ സമരം നടന്നത് പോലീസിൻ്റെ അറിവോടുകൂടിയാണ്. ഇത് തുടർന്നാൽ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പ്രതിഷേധം പോലീസ് നേരെയായിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഷാഫിയെ ടാർഗറ്റ് ചെയ്തത്? ജനകീയ പിന്തുണ ഷാഫി പറമ്പിൽ എന്ന നേതാവിൻ്റെ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന അഭൂതപൂർവമായ ജനപിന്തുണയുണ്ട്. ആ ജനപിന്തുണയിൽ ഭയചകിതരാണ് CPM-ൻ്റെ അണികൾ പോലും ഷാഫിയുടെ ആരാധകരാണ്. അതൊരു വ്യക്തിക്ക് കിട്ടുന്ന അനുഗ്രഹമാണ്. അതിൽ അസൂയപ്പെട്ടൊരു കാര്യമുണ്ടോ? അതിൽ വർദ്ധിച്ചു വരുന്ന ഷാഫിയുടെ ജനപിന്തുണയും ജനകീയതയിലും അസ്വസ്ഥത കൊണ്ടുകൊണ്ടാണ് DYFയും SFയും ഇത്തരം സമയത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഷാഫി രാഹുലിനെതിരെയും തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. ഷാഫി വർക്കിംഗ് പ്രസിഡന്റ് അല്ലേ? KPCC പ്രസിഡന്റ് അല്ലേ അദ്ദേഹത്തെ നടപടിയോട് പ്രഖ്യാപിച്ചത്? KPCC പ്രഖ്യാപിച്ച കാര്യം വീണ്ടും പ്രഖ്യാപിക്കേണ്ട ആവശ്യമെന്ന് ഷാഫിക്കുള്ളത്? എല്ലാവരും അതിന് ബൈൻഡിങ് അല്ലേ? അതൊരു അതിശയോക്തി നിറഞ്ഞ ആഭാസം നിറഞ്ഞൊരു പ്രതികരണമല്ലേ ഷാഫി രാഹുലിനെ തള്ളി പറഞ്ഞത്? രാഹുലിനെ പാർട്ടി തള്ളി. ആ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് ഷാഫി. പിന്നെ അതിലപ്പുറം തള്ളി പറയണമെന്നുള്ളത്? ആ തീരുമാനത്തിനെതിരെ ഷാഫി എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങളൊന്ന് കണ്ടപ്പോൾ എന്താ പറഞ്ഞേ? പാർട്ടി തീരുമാനത്തോടൊപ്പം എന്നല്ലേ പറഞ്ഞത്? ആ പാർട്ടി തീരുമാനം എല്ലാവർക്കും ബൈൻഡിങ്. ഇപ്പോൾ ഞാൻ ഓരോരുത്തരും പറയണോ രാഹുലിനെതിരാണെന്നും? കേരള പ്രദേശ് കോൺഗ്രസ്സുകാരുടെ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് നടപടി എടുത്തൊന്നും അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ ഓരോരുത്തരുടെ പറയണ വല്ല കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെ പോകുമ്പോൾ ഒരു സംഘർഷത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞു CPM ഇവിടെ ശ്രമിക്കുന്നത് തീക്കളിയാണെന്ന്. ഈ തീക്കളി ഒഴിവാക്കാൻ CPM നേതൃത്വം ശ്രമിക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ഇവരിപ്പോഴും അതിന് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞങ്ങൾ പറയാം, ഇത് തുടർന്നാൽ പോലീസിൻ്റെ സമരം മാത്രമല്ല, ലോക്കൽ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റിയുള്ള ആളുകളുടെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെയും ചരിത്ര നിറം ചുവപ്പല്ല, കറുത്തതാണ്. അത് ഞങ്ങൾക്ക് വിളിച്ചു കൂവേണ്ടി വരും. അന്തരീക്ഷം മലീമസമാവും. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ ആഭാസ സമരത്തു നിന്നും DYFയും SFയും CPM ഇടപെട്ട് പിന്മാറ്റണം. എന്തായാലും ഈ പ്രതിഷേധത്തിൽ നിന്ന് CPM പിന്മാറണമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് DC പ്രസിഡന്റ് K പ്രവീൺകുമാർ. മുഷ്താഖിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.